ഹലോ, ഇന്ന് നമ്മുടെ CUET PG എക്സാമിൻ്റെ 5ാം ദിവസമാണ്. നമ്മൾ MBAയുടെ റിവ്യൂ എടുക്കാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്ലൈ ചെയ്തവരുടെ എണ്ണക്കൂടുതൽ കാരണം 2 ദിവസമായിട്ടാണ് പരീക്ഷ നടത്തുന്നത്, 5-ാം തീയതിയും 12-ാം തീയതിയും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ MBAക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം അല്ലേ? പേരെന്താ? മാജിദ. എവിടുന്നാ വരുന്നത്? ഞാൻ നാദാപുരം. ഏത് എക്സാം ആണ് എഴുതിയത്? MBA. എങ്ങനെ ഉണ്ടായിരുന്നു? പ്രശ്നമൊന്നും കുഴപ്പമൊന്നുമില്ല. പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തതാണ്. അതിന്റെ ഓൺലൈൻ ക്രാഷ് കോഴ്സ് എടുത്ത് ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു? വിചാരിച്ച പോലെ തന്നെയാണോ പരീക്ഷ വന്നത്? പ്രശ്നമൊന്നുമില്ല, ഓക്കെ ആണ്. എവിടുന്നാ വരുന്നത്? ഞാൻ അരീക്കോട്. MBA ആണ് എഴുതിയത്? MBA എഴുതിയിട്ടുണ്ട്, MTTM എഴുതിയിട്ടുണ്ട്. MCOM എഴുതിയിട്ടുണ്ട്? MCOM എഴുതിയില്ല. MBA മറ്റേ MTTM. ടൂറിസം. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? പരീക്ഷ കുറച്ച് ടഫായിരുന്നു. അപ്പോൾ ഒരു മീഡിയം ആണോ ഹാർഡാണോ? ഹാർഡ് തന്നെ പറയാം. പേരെന്താ? ജാസിം മുഹമ്മദ്. എവിടുന്നാ വരുന്നത്? ഞാൻ മടവൂര്. MBA ആണ് എഴുതിയത്? MBA. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? എക്സാം കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഒരു മീഡിയം ഹാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അത്യാവശ്യം ഹാർഡാണ്. അവരും പറഞ്ഞു ഹാർഡാണെന്നുള്ളത്. അപ്പം എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ഒക്കെ? പ്രിപ്പറേഷൻ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ കോച്ചിങ്ങിനൊന്നും പോയില്ല. പേര്? അഭിനാസ്. എവിടുന്നാ വരുന്നത്? കണ്ണൂരിന്നാണ്. കണ്ണൂർ അപ്പം സെന്റർ കൊടുത്തില്ലേ? ഇല്ല, കോഴിക്കോടാണ് കൊടുത്തത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? എക്സാം ഞാനങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ പിന്നെ കീനായിട്ട് പ്രിപ്പയർ ചെയ്തൊരാളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണെന്ന് തോന്നുന്നു. ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് തോന്നുന്നു. കഴിഞ്ഞ എക്സാമിനും അതുപോലെ തന്നെ ഫീൽ ചെയ്തിരുന്നു. അതുപോലെ തന്നെ വലിയ ഒരുപാട് ടഫായിട്ട് തോന്നിയിട്ടില്ല. കുറച്ച് പ്രിപ്പയർ ചെയ്താൽ സിമ്പിളായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനം. അപ്പം ഏത് യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ഓൺലൈൻ കൊടുത്തിട്ടുണ്ട്, കിട്ടുന്ന പോലെ വാങ്ങിച്ചിട്ട്. പേരെന്താ? ജുനൈദ്. എവിടുന്നാ വരുന്നത്? പെരുമണ്ണ. അപ്പം പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളി എക്സാം. ടൈം കുറച്ച് കുറവാണ്, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പഠിച്ച പോലെ തന്നെ ആണ് കാര്യങ്ങൾ? അതെ, പഠിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. എവിടുന്നായിരുന്നു പ്രിപ്പറേഷൻ? വീട്ടിൽ നിന്ന് തന്നെ. അതെ, നോക്കി മെറ്റീരിയൽസ് ഒക്കെ നോക്കി അങ്ങ് പഠിച്ച്. അതെ. പേരെന്താ? മുഹമ്മദ് ഷിയാസ്. എവിടുന്നാ വരുന്നത്? കുറ്റിയാടി. രാവിലെ ഇറങ്ങിയുണ്ടാവില്ലേ ഇങ്ങോട്ട്? അപ്പം പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷ കുഴപ്പമില്ല. ഒരു 10 വരെ ടഫ്. ഒരു 10 റേറ്റിംഗിൽ ടഫ്നെസ് നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവും? അത് 1 ഈസിയാണ്, 10 ടഫാണ്. 7.5 ഒക്കെ അത്യാവശ്യം ടഫാണ്. പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻ മറ്റേ കോച്ചിങ് ഒന്നും പോയിട്ടില്ല, മറ്റേ യൂട്യൂബ് റീഡിങ്. അപ്പം ഏത് യൂണിവേഴ്സിറ്റി കിട്ടണമെന്ന് ആഗ്രഹം? പോണ്ടിച്ചേരി. എല്ലാവരും ഇവിടെ വരുന്ന കൂടുതൽ കുട്ടികൾക്കും പോണ്ടിച്ചേരി തന്നെയാണ് താല്പര്യം. അപ്പോൾ ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി കിട്ടാൻ പറയട്ടെ. ഹുനൈസ്. എവിടുന്നാ വരുന്നത്? വടകര. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? മോശമില്ല. സമയം പോരെ, ഫുള്ള് മാത്സ് ആയിരുന്നു. അപ്പം പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? യൂട്യൂബിൽ ജസ്റ്റ് നോക്കി. ആപ്റ്റ് ആയിരുന്നു പ്രിപ്പറേഷൻ? അതായത് എക്സാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ പ്രിപ്പറേഷൻ ഒക്കെ? ഇല്ല. കുറച്ച് ബുദ്ധിമുട്ടിച്ചു അല്ലേ പരീക്ഷ? പ്രൊപ്പൈസ് കേട്ടിട്ടുണ്ടോ? BG+. നമ്മൾ പ്രൊഫഷണലായിട്ട് വന്നതാണ്. പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി എനിക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നുണ്ട്. അത് പിന്നെ വല്ലാതെ ഇതിനെങ്ങനെ നോക്കിയിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? ഏത് രീതിക്ക്? അതായത് വീഡിയോസ് ആണോ, ക്ലാസ്സസ് ആയിട്ടോ, അതോ ടീച്ചേഴ്സ്? യൂട്യൂബ് വീഡിയോസ് ആണ്. അപ്പം ഏത് യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹം? എനിക്ക് ഏറ്റവും ആഗ്രഹം പോണ്ടിച്ചേരിയാണ്. എല്ലാവരും പോണ്ടിച്ചേരിക്കാരാണ്. കുറച്ച് അക്കാഡമിക് ഫീ ഒക്കെ കൂടുതലാണെങ്കിലും നല്ല പ്ലേസ്മെന്റ് ഒക്കെ അവിടെയാണ് ഉള്ളത്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലാണെങ്കിലും എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത് പോണ്ടിച്ചേരിക്ക് വേണ്ടിയിട്ടാണ്. എവിടെയാ പഠിച്ചത്? ഡിഗ്രി ഞാൻ അരീക്കോട് സുല്ലമിലായിരുന്നു. പിന്നെ ഒന്ന് ഇന്ദിരാഗാന്ധിയിലും പിന്നെ വേറെ ഡിഗ്രി ഇന്ദിരാഗാന്ധിയിലും കഴിഞ്ഞു. ഏത് യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നത്? യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നത്. ഏത് കോളേജിലേക്കാണ് നോക്കുന്നത്? യൂണിവേഴ്സിറ്റി എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അനീസ്. എവിടുന്നാ വരുന്നത്? ഞാൻ കുന്നമംഗലോ. എവിടെയാ പഠിച്ചത്? ഞാൻ ചക്കാലക്കല്. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? എക്സാം നമ്മളൊന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി ഇപ്പോൾ CUET പ്രിപ്പയർ ചെയ്തുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടി എഴുതിയതാണ്. കുഴപ്പമില്ല. ഓരോ യൂണിയൻ വെച്ചിട്ടുള്ള ഓരോ ഭാഗങ്ങൾ വെച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് കുറേ ക്വസ്റ്റ്യനിൽ കണ്ടാണ്. അത് പോണം, ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. അതിനത്രേ ഉള്ളൂ. പിന്നെ GK ഉണ്ടാവില്ല ഇതിൽ.
അല്ലാണ്ട് മെയിനായിട്ട് മാത്സ് തന്നെയാണ്. മാത്സിലെ ബേസിക് +2 ബേസിക് ഒക്കെ അറിഞ്ഞാൽ മതിയാവും. ഏത് യൂണിവേഴ്സിറ്റി എത്തണമെന്ന് ആഗ്രഹം? ഹൈദരാബാദ്, ആ, പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി എത്താൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. പേര്? മുനവ്വർ. മുനവീർ. എവിടുന്നാ വരുന്നത്? ഞാൻ വയനാട്. വയനാട് അപ്പൊ സെന്റർ കൊടുത്തില്ലേ? വയനാട് സെന്റർ കൊടുത്തിരുന്നു, ഇവിടെ കിട്ടി. ബിരിയാണി കിട്ടിയത്. ഇന്ത്യയുടെ ഓരോരോ കുസൃതികളാ. അതെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? ജനറൽ നോളജ് കുഴപ്പമില്ലായിരുന്നു. മാത്സ് കുറച്ച് ടൈറ്റ്, കുറച്ച് ടൈറ്റ് ആയിരുന്നു. ഒരു മീഡിയം ഹാർഡ് ലെവലാണ് പേപ്പർ പറയാം. എബോവ് ആവറേജ് ആണ്. എബോവ് ആവറേജ് ആണ്. പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? പ്രശ്നമൊന്നുമില്ലായിരുന്നു. പ്രിപ്പയർ ചെയ്തിരുന്നാൽ കുറച്ചുകൂടി ഈസി ആവും തോന്നുന്നുണ്ടോ? മാത്സിന്റെ ഫോർമുലാസ് ഒക്കെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു. അപ്പം പ്രിപ്പറേഷൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്ന് പറയുമ്പം അപ്ഡേറ്റ്സ് ഒക്കെ എങ്ങനെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്? നമ്മുടെ CUET മെയിലിൽ വരുന്നുണ്ടായിരുന്നു, പിന്നെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. ഹായ്, പേരെന്താണ്? ദിൽന. ഹാജിഷ. ഓക്കെ, ഇന്ന് ഏത് സബ്ജക്റ്റിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു? MBA. രണ്ടാളും MBA. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. ഇംഗ്ലീഷ് പാട്ടൊക്കെ ഈസി ആയിരുന്നു, ഗ്രാമർ ഒക്കെ ഇതായിരുന്നു. പിന്നെ മാത്സിന്റെ ഇതിലേക്ക് വരുമ്പോൾ കുറച്ച് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആണല്ലേ? എല്ലാവരും തന്നെ പറഞ്ഞത്, ചോദിച്ചതൊക്കെ ഇപ്പൊ ഇറങ്ങി ഫ്രണ്ട്സുകളൊക്കെ കണ്ട് ചോദിച്ചപ്പോ ഇങ്ങനെ തന്നെ പറഞ്ഞത്, കുറച്ച് ഇതായിരുന്നു എന്നുള്ളതിൻ്റെ. ഏത് യൂണിവേഴ്സിറ്റിയാണ് പ്രിഫർ ചെയ്യുന്നത്? പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി എന്നാണ് മെയിനായിട്ട് നോക്കുന്നത്. സോ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? ഇല്ല, കോച്ചിങ് ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് വന്ന് എഴുതിയതാണ്. എവിടെ കിട്ടണമെന്നാണ് ആഗ്രഹം? നല്ല കോളേജ് കിട്ടണമെന്നാണ് ആഗ്രഹം. അപ്പം ഏത് യൂണിവേഴ്സിറ്റി എത്തിപ്പെടണമെന്ന് ആഗ്രഹം? പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയാണ്. അവിടെ 90% ആൾക്കാരും പോണ്ടിച്ചേരിയിലേക്കാണ്. അപ്പം അത് ഏത് സ്പെസിഫിക് കോഴ്സ് ഉണ്ടോ? MBA or MCOM. ഹൈദരാബാദ് നോക്കുന്നില്ല? ഹൈദരാബാദൊക്കെ കൊടുത്തിട്ടുണ്ട്, പോണ്ടിച്ചേരിയാണ് നോക്കുന്നത്. ഇപ്പോഴത്തെ സ്റ്റുഡൻസിന്റെ റിവ്യൂല് പൊതുവെ എക്സാം നല്ല ടഫായിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാവരും പറഞ്ഞു വരുന്നത് ഈസി എന്ന് പറയാൻ ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല. പ്രിപ്പയർ ചെയ്തവരായിക്കോട്ടെ, ഇനിയിപ്പം പ്രിപ്പയർ ചെയ്യാത്തവരായിക്കോട്ടെ, എല്ലാവരും പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട്, നല്ല ബുദ്ധിമുട്ട് എന്നുള്ള 2 റിവ്യൂസ് ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇതുവരെ കഴിഞ്ഞ പരീക്ഷകളുടെ കൂട്ടത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഏറ്റവും ടഫസ്റ്റ് എക്സാം ആയിരുന്നു MBA നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതായത് ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. ഇനിയിപ്പം ബാക്കി കാര്യങ്ങൾ, ഇനിയിപ്പം റെസ്പോൺസ് ഷീറ്റും ക്വസ്റ്റ് പേപ്പറൊക്കെ വരുമ്പോഴാണ് നമുക്കൊന്ന് വിലയിരുത്താൻ സാധിക്കുക. ധാരാളം സ്റ്റുഡൻസ് ഈ ഒരു എക്സാം എഴുതുന്നുണ്ട്. ഇഷ്ടം പോലെ കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷ. ഇന്ന് തന്നെ ഇവിടെ സെന്ററിൽ എന്തോരം കുട്ടികളാണോ? ഒരുപാട് കുട്ടികൾ എഴുതിയ ഒരു പരീക്ഷയാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എന്നുള്ളത് വളരെ നിർബന്ധമാണെന്ന് തന്നെയാണ് എല്ലാ പരീക്ഷകളും തെളിയിക്കുന്നത്. പ്രിപ്പയർ ചെയ്തവർക്കും ബുദ്ധിമുട്ടാവുന്ന സാഹചര്യത്തിൽ എന്തായാലും പ്രിപ്പറേഷൻ ഒരു അനിവാര്യതയാണ്. അപ്പോൾ മറ്റൊരു ദിവസം എന്താണെങ്കിലും നമ്മുടെ CUET PG സ്റ്റുഡൻസിനെ കാണുന്നതിനായിട്ട്, അവരുടെ പ്രതികരണങ്ങൾ എടുക്കുന്നതിനായിട്ടും വീണ്ടും കാണാം.